ഹായ്, എൻ്റെ കുഞ്ഞുമക്കള് എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലോ. ടീച്ചറ് കുറച്ച് ചിത്രങ്ങൾ വരയ്ക്കാം കേട്ടോ. ചിത്രം വരയ്ക്കാൻ എന്തൊക്കെ വേണം? പേപ്പറ്, പെൻസില്, പിന്നെയോ നിറം കൊടുക്കാനോ ക്രയോൺ വേണോ അല്ലേ? നമുക്ക് വരയ്ക്കാം. ദേ നോക്കിയേ, ടീച്ചറ് കുറച്ച് ചിത്രങ്ങൾ കുത്തുകളിട്ട് വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ചിത്രത്തിലൂടെ ടീച്ചർ വരയ്ക്കും. എൻ്റെ കുഞ്ഞുമക്കളും നോക്കി അതുപോലെ വരയ്ക്കണേ. ഈ കുത്തുകളിൽ കൂടി വേണം വരയ്ക്കാൻ. ഈ കുത്തുകളിൽ കൂടി നിങ്ങളും അതുപോലെ നിറം കൊടുത്തോ. ഇനി അടുത്തത് നോക്കി, രണ്ട് ചിത്രങ്ങൾ ഇരിപ്പുണ്ട്. അതില് രണ്ട് പച്ചക്കറികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് ഏതാ പച്ചക്കറി എന്ന് നമുക്ക് നോക്കാം. ടീച്ചറ് കുത്തുകളിട്ട് വരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ കുത്തുകളിൽ കൂടി വേണം വരയ്ക്കാൻ. ടീച്ചറിനോടൊപ്പം വരയ്ക്കണേ. കുത്തുകളിൽ കൂടി വേണം വരയ്ക്കാൻ. കുത്തുകളിൽ കൂടി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരച്ച് വട്ടം വരച്ചു നോക്കും. ഇനി നമുക്ക് ഈ പച്ചക്കറിക്ക് ഞെട്ട് വരയ്ക്കാം. ഇനി പറഞ്ഞേ, ഏതാ പച്ചക്കറി? തക്കാളി അല്ലേ? തക്കാളിക്ക് നമുക്ക് നിറം കൊടുക്കാം. തക്കാളിക്ക് ഏത് നിറമാ കൊടുക്കേണ്ടത്? ചുവപ്പ് അല്ലേ? എല്ലാരും ചുവപ്പ് ക്രയോൺ എടുക്കണേ.
മുഴുവനും തുള്ളിക്കളിക്കുമ്പോൾ എന്തൊരു ചന്തം അയ്യയ്യ, എന്തൊരു ചന്തം അയ്യയ്യ. എല്ലാവർക്കും പാട്ടിഷ്ടമായോ? ടീച്ചർ ഇനി അടുത്ത ദിവസം വരുമ്പോൾ ഇതുപോലെ ചിത്രങ്ങൾ വരച്ച് നമുക്കിതിന് നിറം കൊടുക്കാം. ചിത്രരചനയിലൂടെ കുട്ടികൾക്ക് കലാവാസനയും കണ്ണും കൈയും കൊണ്ടുള്ള ഏകോപനവും സൗന്ദര്യ ആസ്വാദനവും ഉണ്ടാവുന്നു. കൂടാതെ തന്നെ കുത്തുവരകളിലൂടെ അക്ഷരങ്ങളെ പരിചയപ്പെടാനും സാധിക്കുന്നു. അവസാനം പാടിയ അക്ഷരപ്പാട്ടിലൂടെ കുട്ടികൾക്ക് അക്ഷരസ്ഫുടതയോടെ സംസാരിക്കുവാനും സാധിക്കുന്നു. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ടീച്ചറെ ഒരു പയർ വിത്ത് എങ്ങനെയാണ് മുളയ്ക്കുന്നതെന്ന് ടീച്ചർ കാണിച്ചു തരട്ടെ. എല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് കാണണേ. ടീച്ചറിന്റെ കുഞ്ഞുമക്കൾ എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇത് കുറച്ച് പയർ വിത്താണ്. ഈ പയർ വിത്ത് ടീച്ചർ പഞ്ഞിയിൽ വെച്ച് മുളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടായിരുന്നോ? ആ, കണ്ടു അല്ലേ? ഇത് കണ്ടായിരുന്നോ? ഇത് വേരും തണ്ടും ഇലയും വന്ന പയർ ചെടിയാണ്. ഈ പയർ വിത്ത് മുളച്ച് ഈ വേരും തണ്ടുമുള്ള ചെടിയായി മാറി. ഇനി നമുക്ക് ഈ പയർ ചെടിയെ ഒരു ചെടിച്ചട്ടിയിലോട്ട് നട്ടാലോ? ഇത് കണ്ടായിരുന്നോ? ഇതൊരു ചെടിച്ചട്ടിയാണ്. ഈ ചെടിച്ചട്ടിയിൽ ടീച്ചർ മണ്ണിട്ട് നിറയ്ക്കാൻ പോവുകയാണ് കേട്ടോ. എല്ലാവരും നോക്കിയിരിക്കണേ. എല്ലാവരും നോക്കണം കേട്ടോ. വീട്ടിൽ നിങ്ങൾ അമ്മമാര് സഹായിക്കാറുണ്ടോ ചെടിയൊക്കെ നട്ട്? ആ, നടാറുണ്ടല്ലേ. നട്ട് കുറച്ച് വിത്തിട്ടിട്ടേ ടീച്ചറ് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. ദേ മണ്ണൊക്കെ ഇടുന്നോണ്ട് മണ്ണിട്ട് നമുക്കെല്ലാം ലെവൽ ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ടീച്ചർ മാറ്റി വെക്കാം കേട്ടോ. ഈ മാറ്റി വെച്ച ചെടി ദേ ടീച്ചർ വേറൊരു ചെടിയെ മുളപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടായിരുന്നോ? ഇനി നമുക്ക് ഒരു പയർ ചെടി എങ്ങനെയാണ് വളർന്നു വലുതാകുന്നതെന്ന് ഒരു പാട്ടിലൂടെ മനസ്സിലാക്കാമോ? ചെങ്ങന്നൂർ ചന്ത പയർ കണ്ടോ, തിളങ്ങും ചെമ്പൻ പയറാണേ. ചെങ്ങന്നൂർ ചന്ത പയർ കണ്ടോ, തിളങ്ങും ചെമ്പൻ പയറാണേ. വാനം വെട്ടി ഞാൻ രാവിലെ വിതച്ചു പയറിൻ വിത്തുകൾ, വിതച്ചു പയറിൻ വിത്തുകൾ. ലാല 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 വിതച്ചു പയറിൻ വിത്തുകൾ, വിതച്ചു പയറിൻ വിത്തുകൾ. കേട്ടോ കൂർക്കം പയറിന്റെ ഉറക്കം തന്നെ ദിനം മൂന്നാൾ. കേട്ടോ കൂർക്കം പയറിന്റെ ഉറക്കം തന്നെ ദിനം മൂന്നാൾ. കാറ്റോ മഴയോ വീഴ്ചിതം ഒന്നും താനറിയുന്നില്ല, ഒന്നും താനറിയുന്നില്ല. ലാല 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 ഒന്നും താനറിയുന്നില്ല, ഒന്നും താനറിയുന്നില്ല. ഉറക്കമുണർന്നു നാലാം നാൾ അത്ഭുതമാറ്റം നീ കണ്ടോ. ഉറക്കമുണർന്നു നാലാം നാൾ അത്ഭുതമാറ്റം നീ കണ്ടോ. വേരും തണ്ടു വിലയുമായി മാറിപ്പോയെന്റെ വിത്തുകൾ, മാറിപ്പോയെന്റെ വിത്തുകൾ. ലാല 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 മാറിപ്പോയെന്റെ വിത്തുകൾ, മാറിപ്പോയെന്റെ വിത്തുകൾ. കാറ്റോടൊപ്പമാടുന്നു പയറിൻ വള്ളിത്തോട്ടത്തിൽ, കാറ്റോടൊപ്പമാടുന്നു പയറിൻ വള്ളിത്തോട്ടത്തിൽ. വീശുന്നു മണം പൂക്കളിൽ എന്തൊരു ഭംഗി തോഴരെ, എന്തൊരു ഭംഗി തോഴരെ. ലാല 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 എന്തൊരു ഭംഗി തോഴരെ, എന്തൊരു ഭംഗി തോഴരെ. അച്ചിങ്ങ മൂത്തു പഴുക്കാറായി
തോഴരെ പയറു പറിക്കാൻ വാ, അച്ചിങ്ങ മൂത്തു പഴുക്കാറായി. തോഴരെ പയറു പറിക്കാൻ വാ, ചാക്കും വട്ടിയും കുട്ടയുമായി. എടുപ്പിൻ പയറെല്ലാം വേഗം, എടുപ്പിൻ പയറെല്ലാം വേഗം. എടുപ്പിൻ പയറെല്ലാം വേഗം. ഇത് കണ്ടോ മക്കളെ, ഇത് എന്താണ്? ഇതാണ് നമ്മൾ നട്ട് വളർത്തി വലുതാക്കിയ പയർ അല്ലേ? ഇതിനെ അച്ചിങ്ങ എന്നും പറയും. ഇതുപോലെ എല്ലാവരും എല്ലാ മക്കളും വീട്ടിലെ അമ്മമാരെ കൂടെ സഹായിക്കണം കേട്ടോ. കൃഷി ചെയ്യുന്നതിന് അമ്മമാരെ കൂടെ സഹായിച്ചു കൊടുക്കണേ. പ്രിയ രക്ഷിതാക്കളെ, എങ്ങനെയാണ് ഒരു പയർ വിത്ത് മുളച്ച് വലിയ ചെടിയായി മാറുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത്. കുട്ടികൾക്ക് പ്രകൃതിയെ നിരീക്ഷിക്കുന്നതിനും ശാസ്ത്രീയബോധം വർദ്ധിക്കുന്നതിനും താളാത്മകമായി അനുകരണശീലത്തിലൂടെ അവർ പാടുന്നതിനും ഈ പ്രവർത്തനത്തിലൂടെ സഹായിക്കുന്നു.